ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുനിൽ കുമാറിന് ഫോണിലൂടെ ചില നിർദ്ദേശങ്ങൾ കിട്ടിയിരുന്നു. അന്വേഷണ റിപ്പോർട്ട് മുഴുവനായി വായിക്കണം എന്നായിരുന്നു ഫോണിന്റെ മറുതലക്കിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചത്. റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ പറയുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്ന മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ സൂപ്രണ്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതെ, മോസിലോസ്കോപ്പ് അല്ല, ഇതിൽ എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഹലോ, പറഞ്ഞു സാറേ, അമൽ സാറേ എന്നാണ് അഭിസംബോധന ചെയ്തത്. അപ്പൊ പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും മുകളിൽ ഉള്ള ഒരാളാണ് ആ ഫോൺ വിളിച്ചതെന്ന് ഉറപ്പാണ്. നമുക്ക് ഊഹിക്കാം ആരായിരിക്കുമെന്ന്. അതൊന്നുമല്ല അമൽ, ഇപ്പോൾ ഈ ഉപകരണങ്ങൾ വന്നു എന്ന് പറയുന്നു. അതിൽ എറണാകുളത്ത് നിന്നൊരു സ്വകാര്യ സ്ഥാപനത്തിന് ബില്ല് അതിലുണ്ടെന്ന് പറയുന്നു. സ്വാഭാവികമായും ഇത്രയധികം പണം ചെലവഴിച്ചു വാങ്ങിയ ഉപകരണങ്ങളായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ കൊറിയർ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് ആരെങ്കിലും ഒപ്പിട്ട് വാങ്ങണ്ടേ അമൽ? അതിൽ ഒപ്പുണ്ടാകില്ലേ ഇത് ആരാണ് വാങ്ങിയതെന്ന്? ഇതാരാണ് വാങ്ങിയത്, ആരുടെ പേരിലാണ് ഇത് ഇവിടേക്ക് എത്തിയത് എന്നുള്ള ചോദ്യത്തിന് മിഥുനെന്നോ മറ്റോ ആണ് പേര് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതിലും കൃത്യമായൊരു വ്യക്തത നൽകുന്നില്ല. ഈ അയച്ച സ്ഥാപനത്തിൽ നിന്നും, അല്ലെങ്കിൽ ഇതിന്റെ ബില്ല് എവിടെയുണ്ട്, ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ഈ ഉപകരണം വാങ്ങിയത് എന്ന കാര്യം കണ്ടെത്തണമെങ്കിൽ വളരെ നിസ്സാരമായി നടക്കുന്നതാണ്. 2-ാം തീയതി ഓഗസ്റ്റ് എന്നുള്ള ഡേറ്റും അതിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ സ്ഥാപനത്തിൽ ഇത്രയും ഒരു പുകമുറ, ഇത്രയും ഒരു ചോദ്യങ്ങളൊന്നും അവശേഷിപ്പിക്കേണ്ട. ആ ബില്ല് കണ്ടു, ഒരു ഫോൺ എടുത്ത് വിളിച്ചാൽ പോലെ ഇത് ആരാണ് ഈ ഓർഡർ ചെയ്തത്, ആരാണ് ഇത്രയും പൈസ കൊടുക്കണമല്ലോ ആരെങ്കിലും, ആരാണ് ആ കമ്പനി, ആർക്കാണ് ആരടുത്ത് പണം വാങ്ങിയിട്ടാണ് ഉപകരണങ്ങൾ വാങ്ങിയത് കൊടുത്തതെന്ന് ചോദിച്ചാൽ പോരെ? ഒരു ഫോൺ കോളിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ അവിടെ? അത് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പരിശോധിക്കാമെന്നാണ് പറയുന്നത്. അതിലേക്ക് ഇനിയും വ്യക്തത വരുത്താനുണ്ട് എന്ന് പറയുന്നു. അതായത് ഈ വാർത്താ സമ്മേളനം എനിക്ക് തോന്നുന്നു ആ ഫോൺ കോൾ വന്നാൽ അതൊന്നും കൂടി നമുക്ക് കേൾപ്പിക്കണമെന്നു. കൃത്യമായ ഡയറക്ഷൻസ് ആണല്ലോ കിട്ടുന്നത്. അതൊന്നും ആളുകൾ കാണട്ടെ. അതെ, മോസിലോസ്കോപ്പ് അല്ല, ഇതിൽ എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഹലോ, പറഞ്ഞു സാറേ, മോസിലോസ്കോപ്പ് അതെ. അതായത് ഒരു സംശയങ്ങളും ബാക്കിയാക്കരുത്, റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണ് പറയുന്നതെന്ന് പറയാൻ ആ സമയത്ത് വാർത്താ സമ്മേളനം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ആ റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാവുന്ന ഇവർ രണ്ടുപേരും സാറേ എന്ന് അഭിസംബോധന ചെയ്യുന്ന ഒരാളാണ് ആ ഫോൺ വിളിച്ചത്. അമൽ, അതായത് ഈ ഹാരിസ് ചിറക്കൽ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കണ്ടെത്തലുണ്ട്, മോസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം കാണാതായിട്ടുണ്ട് എന്ന് അന്വേഷണ സമിതി പറഞ്ഞു എന്നാണ് മന്ത്രി പറയുന്നത്. അതിനുശേഷം മന്ത്രി ആ വിഷയവുമായി ബന്ധപ്പെട്ട് അത് കളവ് പോയി, ആ വാക്കാണ് ഉപയോഗിച്ചത് എന്ന് തോന്നുന്നു, കളവ് പോയിട്ടുണ്ട്, അതിൽ മറ്റൊരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട് എന്നാണ് മന്ത്രി എന്ന് പറഞ്ഞത്. അതിനുശേഷം മന്ത്രിക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുയർന്നു. അതായത് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ഒരു മോഷ്ടാവായി ചിത്രീകരിക്കാനുള്ള ശ്രമം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന് തുടർച്ചയായ പ്രതിപക്ഷ ആരോപണമൊക്കെ ഉണ്ടായി. അപ്പോൾ അതിലൊരു വ്യക്തത വരുത്തുകയായിരുന്നു. ഈ മറുതലക്കിലുള്ളത് ആരാണ് എന്ന് വ്യക്തതയില്ല. പക്ഷേ ആ പറഞ്ഞ നിർദ്ദേശം എന്ന് പറയുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ മൊഴിയാണ്. അതായത് ഈ 4-അംഗ സമിതി, കോട്ടയം മെഡിക്കൽ കോളേജിലെയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെയും എറണാകുളത്ത് ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ഈ ഉപകരണങ്ങൾ വാങ്ങിയതെന്ന് പറഞ്ഞു ഈ വാർത്താ സമ്മേളനം. അങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാലോ. അതിലൊന്നും വ്യക്തതയില്ല ആര്യ. അതായത് ഈ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു പേപ്പർ എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് വിശദീകരിച്ച കാര്യം, അതായത് തൊട്ടടുത്തിരുന്ന സൂപ്രണ്ട് പ്രിൻസിപ്പലിനോട് പറയുകയാണ് ആ റിപ്പോർട്ടിലെ കാര്യങ്ങൾ വിശദമായി വായിക്കണമെന്ന്. അത് വായിക്കുമ്പോഴാണ് പറയുന്നത് ഈ ഉപകരണം കാണാതായി എന്നുള്ള കാര്യം ഈ 4-അംഗ സമിതിക്ക് മൊഴി നൽകിയത് ഡോക്ടർ ഹാരിസ് ആണ് എന്ന്. പക്ഷേ ഡോക്ടർ ഹാരിസ് അത് സമ്മതിക്കുന്നില്ല. ഹാരിസ് പറഞ്ഞത് പ്രകാരമാണ് ഈ റിപ്പോർട്ടിൽ ആ കാര്യം ഉൾപ്പെടുത്തിയത് എന്നുള്ള കാര്യമാണ് പറയണമെന്ന് ഫോണിന്റെ മറുതലക്കിൽ നിന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല, ഒന്നും പുറത്തുവിട്ടിട്ടില്ല. CCTV ദൃശ്യത്തിൽ ആരോ ഒരാൾ കയറി പോകുന്നതായി കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ അതിന് വ്യക്തതയില്ല, അത് ആരാണെന്ന് പറയുന്നില്ല. ഏത് സ്ഥാപനത്തിൽ നിന്നാണ്, ഒരു സ്വകാര്യ സ്ഥാപനം എന്നുള്ളതാണ് പറയുന്നത്. അത് ഏത് സ്ഥാപനം എന്നുള്ള കാര്യത്തിൽ വ്യക്തത നൽകുന്നില്ല. ആരാണ് ഇത് റിസീവ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നൽകുന്നില്ല. ഏതോ ഒരു പേര് മിഥുൻ എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആണ്, മിഥുനെന്നോ മറ്റോ ആണ് എന്ന് പറഞ്ഞാണ് ആ ചോദ്യത്തിൽ നിന്നും ഒഴിവാകുന്നത്. എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല വിവരങ്ങൾ നൽകിയത്? എന്തായാലും ഇത് നോക്കൂ, ഒരു ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചെയ്ത ഒരേ ഒരു തെറ്റ്, അദ്ദേഹത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ മകന്റെ പ്രായമുള്ള ഒരാൾ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഏറെ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം വന്നപ്പോൾ അദ്ദേഹത്തിന് ആ കുട്ടിയോട്, തന്റെ മകന്റെ പ്രായമുള്ള ആ യുവാവിനോട് ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല എന്ന് പറയേണ്ടി വന്ന മനോവിഷമത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയിലെ ചില പ്രശ്നങ്ങൾ, ചില പരാതികൾ അദ്ദേഹം തുറന്നു പറഞ്ഞു. ഒരു പ്രൊഫഷണൽ സൂയിസൈഡ് ആണ് എന്ന് അറിഞ്ഞിട്ട് കൂടി അത് സധൈര്യം പറയാൻ അദ്ദേഹം ശ്രമിച്ചു. അതിൽ പരിഹാരം കണ്ടു. അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ സത്യമായിരുന്നു എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിനെ കള്ളനാക്കാനുള്ള എല്ലാം തരത്തിലുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.